ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മുടെ ആനുവൽ ഡേ ഫങ്ഷനാണ് കേട്ടോ, ഫൈസിൻ്റെ. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ജോലിയൊക്കെ വേഗം തീർക്കണം, പണിയൊക്കെ വേഗം തീർക്കണം കേട്ടോ. അപ്പോൾ 2 ദിവസമായി വെള്ളം വരാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വന്നപ്പോൾ അടിക്കലും തുടയ്ക്കലും തിരുമ്പലൊക്കെ എണിച്ച് നമ്മൾ ചെയ്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫായ്സിനെ ഒരുക്കുകയാണ്. ഫായ്സിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിച്ചോ. അപ്പോൾ ഇത് സച്ചു വന്നിട്ട് ഫായ്സിൻ്റെ ഷൂ ഒക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫായ്സ് ഡ്രസ്സൊക്കെ മാറി വലിയ കാര്യത്തിൽ പോയി. 8 മണിക്ക് പോകണം പറഞ്ഞിരുന്നു, ടീച്ചറാക്കാൻ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അടുത്ത് 10 മണിക്ക് വന്നാൽ മതി പറഞ്ഞു കേട്ടോ. ശരി പറഞ്ഞിട്ട് ഞങ്ങൾ 8 മണിക്ക് മാറ്റിയിട്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇക്കൻ്റെ പിന്നാലെ തന്നെ വന്നിട്ട് കരഞ്ഞിട്ട്. അങ്ങനെ അവൻ വന്നിട്ട് നിൽക്കണ ആ സീനാണ് കേട്ടോ കാണുന്നത്. 2 ആൾ വന്നിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ കുറേ നിർബന്ധിച്ചിട്ടും നിന്നില്ല പറഞ്ഞിട്ടൊക്കെ 2 ആൾ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സീനാണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ നാശം വന്നിട്ട് നമ്മുടെ ഇന്നത്തെ മസാലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി വെച്ച മസാലക്കറി ഉള്ളത് കൊണ്ട് നമുക്ക് ആപ്പത്തിന് മസാലക്കറി ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായി കഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക അവിടെ വിശന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇക്കാക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ പായസം അവിടെ തൊട്ടടുത്തുണ്ട്, ആകെ വിഷമത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു കേട്ടോ. എല്ലാ പണിയൊക്കെ ഒരുക്കി ഞങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് 10 മണിക്ക്. അപ്പോൾ ഇതാണ് അവൻ്റെ ഡ്രസ്സ് കേട്ടോ, ഡാൻസിൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെ ഇനിയിപ്പോൾ നേരെ അവൻ്റെ സ്കൂളിലേക്ക് പോകണം. സ്കൂളിലല്ല, ഫങ്ഷൻ വന്നിട്ട് ഒരു ക്ലബ്ബാണ് അവൻ്റെ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റൈലായിട്ട് നിൽക്ക്. അവിടെ ടീച്ചറിനെ കാണാലോ. അവൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികളിനെ. അപ്പം നമ്മൾ ഫായ്സിനും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പം തിരക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, തിരക്കൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. അപ്പം പിന്നെ എല്ലാ കുട്ടികളും മേക്കപ്പൊക്കെ കഴിഞ്ഞു. ആൺകുട്ടികളെ മേക്കപ്പൊന്നും ഇല്ല വിചാരിച്ചു. പിന്നെയാണ് അവനിക്ക് മേക്കപ്പ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ മേക്കപ്പ് റൂമിലേക്ക് പോയി. അപ്പോൾ അവിടെ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നതാണ് കാണുന്നത്. ഓട്ടോയിൽ വരുന്ന കുട്ടിയുടെ ഉമ്മയാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ഇവിടെ ഉണ്ടേ. ഇവന് എങ്ങനെ ഓട്ടോയിൽ കാണുമ്പോൾ ഇങ്ങനെ ടാറ്റ കാട്ടോ ഒക്കെ അമ്ന ഫാത്തിമ. ഞാൻ കുട്ടികൾക്ക് ഒരു മേക്കപ്പ് ഇല്ല വിചാരിച്ചു. ഓക്കെ, ഇനി ഓക്കെ സൂപ്പറായില്ല. ഇങ്ങോട്ട് നിൽക്ക്, ഇങ്ങോട്ട് നിൽക്ക്, നിൽക്ക്. ഇതാ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, എന്നെ നോക്ക്, ചിരിക്കാൻ വയ്യ. ഓക്കെ. അപ്പം നമ്മുടെ ഫായ്സിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഹാളിൽ അത്യാവശ്യം തിരക്കൊക്കെ ആയി. പിന്നെ തിരക്കൊക്കെ കൂടി പരിപാടിയൊക്കെ തുടങ്ങി. ഫായ്സിൻ്റെ പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടോ. അപ്പോൾ അതിൽ പച്ച ക്യാപ്പ് കണ്ടില്ലേ നിങ്ങൾ, അതാണത് ഈ ലൈനിൽ 4-മത്തെ 1-2-മത്തെ കേട്ടോ. അപ്പോൾ അവനെ പെട്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നിട്ട് എടുത്തതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വീടെത്തിയപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് പൊറാട്ടയും മുട്ടക്കറിയൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഞാൻ ലേശം ചോറൊന്ന് താളിക്കുകയും ചെയ്തു, വെജിറ്റബിൾ ആക്കിയിട്ടോ. പെട്ടെന്ന് കട അനിയനും ഫാമിലിയും വരുന്നുണ്ട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊറാട്ട വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കനും ഇമേജ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.